ആ രൗദ്രഭാവം ഇന്നും എൻ്റെ കൺമുന്നിലുണ്ട്. പക്ഷെ അത് കാണാൻ എൻ്റെ കണ്ണുകൾ എനിക്ക് തുറന്നു പിടിക്കണ്ട. അതടഞ്ഞാനിരിക്കട്ടെ. കർത്താവിൻ്റെ കുഞ്ഞിന് നല്ലത് വരുത്തട്ടെ. കൊള്ളുകേലാത്തവനാ, ആരോടും കരുണയില്ലാത്തവൻ, ഈ ലോകത്തോട് മുഴുവൻ വെറുപ്പാവനെ. പക്ഷെ എനിക്ക് അവനെ അങ്ങ് തള്ളിപ്പറയാൻ പറ്റുകയില്ല. അവനെൻ്റെ കുഞ്ഞാ പിള്ളേച്ച. ആളുകളെ എങ്ങനെയാ സ്നേഹിക്കേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടാ. കാരണം സ്നേഹം എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ്. ഒക്കെ നേരെയാവോച്ചോ. ഇപ്പൊ പഴയ പോലൊന്നുമല്ല. വല്ലപ്പോഴൊക്കെ ചിരിക്കാറുണ്ട്. 1-2 തവണ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടു. ഒരു മനുഷ്യൻ നന്നാകാൻ തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാണെന്നാ എനിക്ക് തോന്നിയത്. ആ, നന്നാവുമായിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിള്ളേച്ച. ആ, എനിക്കൊരു ഉപകാരം കൂടെ ചെയ്യണം. എന്താ? ഈ സ്ഥലത്തിന്റെ അടുത്തെങ്ങാണ്ട അഡ്രസ് KM മുഹമ്മദ്, പാലക്കണ്ട് വീട്, ബദിയെടുക്ക. ഞാൻ കേട്ടിട്ടില്ല ചോ. പിള്ളേച്ചന് ചിലപ്പോ ആളെ അറിയില്ലായിരിക്കും. കുറെ ആയിട്ട് ഒരു വശം നടന്ന് കിടപ്പ. നമുക്ക് അന്വേഷിക്കാം. അച്ഛനെന്താ ഈ പാലക്കണ്ടിയായിട്ട്? ഇയാളെ ഞാൻ കണ്ടിട്ടില്ല. ഇയാളുടെ ഒരു മോളുണ്ട്, 6 വയസ്സുകാരി ആമിന. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ ഹാർട്ടിന്റെ വാൽവിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പൊ തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാ ആ കൊച്ചിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയത്. ഇത്രടം വരെ വന്നിട്ട് ഞാൻ ആ കൊച്ചിനെ ഒന്ന് കണ്ടില്ലെങ്കിൽ. ഇവിടെ ഏതോ ഒരു സ്കൂളില് 1ാം ക്ലാസ് സ്റ്റുഡന്റാ, മിടുക്കി കുട്ടിയാ. ഹോസ്പിറ്റലിലെ എല്ലാവരുടെയും പെറ്റായിരുന്നു. എന്നാ പിന്നെ എളുപ്പം ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്, അവിടെ തിരക്കാം. അച്ഛനോട് നിൽക്ക്, ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അവനെ കിട്ടി. അങ്ങ് കോട്ടയം ജില്ലയിലെ കുറിച്ചിത്താനം എന്ന ഗ്രാമത്തിലെ ഒരു ഇടവക വികാരിയായി എനിക്ക് ഇങ്ങ് വടക്കേറ്റത്ത് കിടക്കുന്ന കാസർകോട്ടെ ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടി എന്തേലും ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് ദൈവഹിതമെന്നല്ലാതെ എന്താ പറയുക? ആമിനയുടെ ഉമ്മ വന്ന് പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. എല്ലാം അവസാനിപ്പിച്ചാലോന്ന് അവർക്ക് തോന്നിയ ആ ഒരു സമയത്താ ഈ ട്രസ്റ്റിന്റെ സഹായം അവർക്ക് കിട്ടുന്നത്. ഇന്ന് 5 നേരം പടച്ചോന്റെ മുന്നിൽ അവർ മുട്ടുകുത്തുന്നത് അവർക്ക് വേണ്ടിയല്ല, ഫാദറിനും ഫാദറിന്റെ കൂടെയുള്ള ആ നല്ല മനുഷ്യർക്കും വേണ്ടിയാ. ഞാൻ അതിന്റെ ട്രസ്റ്റി മാത്രമാ. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു സംഖ്യ ഒരു അന്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നവരാ ഈ ട്രസ്റ്റിനെയും അതുവഴി ആമിന മോളെ പോലുള്ളവരുടെ ജീവിതവും നിലനിർത്തുന്നു. നന്ദി പറയേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ആ സന്മനസ്സുകളോടാണ്. പ്രാർത്ഥനയുണ്ട് ഫാദർ. ഞങ്ങളുടെ ആമിന മോളെ കാണുമ്പോഴൊക്കെ ഞങ്ങൾ ആ നന്മ ഓർക്കും, ആ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് വേണം. അവനവന്റെ പ്രാർത്ഥനയല്ല, തനിക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ദൈവത്തിലെത്തുന്നത്. ഞാന് മോളോട് പറഞ്ഞില്ല, ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത് ആമിന മോളെ കാണാൻ മാത്രമല്ല, എന്റെ കൈകളിലൂടെ വളർന്ന് ഒടുവിലൊരു പ്രായമെത്തിയപ്പോ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഒരു കുഞ്ഞുണ്ട്. അവനെ ഞാനിന്ന് കണ്ടു. മരണത്തിന്റെ വാതിക്കലോളം കൊണ്ടുപോയിട്ട് ദൈവം അവനെ തിരിച്ചു കൊണ്ടുവന്നു. അതിന് കാരണം അവന്റെ പ്രാർത്ഥനയോ ആഗ്രഹവുമല്ല, മോള് പറഞ്ഞ ആ ഉമ്മയുടെ 5 നേരത്തെ പ്രാർത്ഥനയാണ്. അവൻ പോലും അറിയാതെ അവൻ ചെയ്തൊരു പുണ്യം തിരിച്ചു നൽകിയത്
2 ജീവിതങ്ങളെയാണ്. ഒന്ന് ഈ കുഞ്ഞുമോളുടെ, മറ്റൊന്ന് അവന്റെ തന്നെ. മോൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല, അവന്റെ പേര് സോളമൻ എന്നാണ്. ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. നാട്ടുകാർക്കെല്ലാം അവൻ തെമ്മാടിയാ, മനസാക്ഷിയില്ലാത്തവനാ. പക്ഷെ മറ്റാരും അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നന്മയുടെ ഒരു കുഞ്ഞു വെളിച്ചം അവൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതല്ലേ അണഞ്ഞു പോകാൻ തുടങ്ങി ഈ കുരുന്ന ജീവനെ കൈപിടിച്ചുയർത്തിയത്. അതുകൊണ്ട് അവനവന്റെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ ജീവിതം അത് ഇനിയും തിരിച്ചു കിട്ടിയിട്ടില്ല. അവൻ ഇനിയും ഒരു മനുഷ്യനായിട്ടില്ല. ഈ ആമിന മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ മോളും ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞിന്റെ ജീവിതം തിരിച്ചു കിട്ടാൻ, അവനൊരു മനുഷ്യനായി കാണാൻ. പുലിയായിരുന്നല്ലേ? തള്ള കലിപ്പ് തീരണില്ലല്ലേ? മച്ചോ എഴുതി വാങ്ങിയരുടെ ഇവന്റെ സാവര ജംഗമോ അല്ല. നമ്മള് വെറും വഴിപാക്കരുത്. പക്ഷേ മൊട കണ്ട എട വേടുവണ്ണ വരുമല്ലോ, വരുമല്ലോ. ഇല്ലോളം താമസിച്ചാലും വന്നല്ലോ. അതല്ല അതിന്റെ ന്യായം. കേട്ടപ്പോ സത്യമായിക്കത്തില്ലെന്നാണ് മോനെ വിചാരിച്ചത്. 1.5 മാസത്തിലധികമായി മല കയറിട്ട് അങ്ങ് മറയൂർ കാട്ടില്. എന്നാ പറ്റിയടാ? ഞാൻ പറയാം. നല്ല കൈതച്ചക്ക വാറ്റിയതാ. മറയൂരുണ്ടായിരുന്നപ്പോ അവിടുത്തെ പിള്ളേരുടെ വക സ്പെഷ്യലാ. എനിക്ക് വേണ്ട വാച്ച. വേണ്ടേ? അതിനാ പറ്റി? എന്റെ സാറേ, ഇതിങ്ങനെ ആപ്പയൂപ്പ സാധനമൊന്നുമല്ല. ഒന്ന് രുചിച്ചു നോക്കിട്ട് പറ. വേണ്ട വാച്ച, മദ്യം ഇനി വേണ്ട. എന്നാ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്നാലും എന്റെ കൊച്ചെ, ഒരു വാക്ക്, ഒരൊറ്റ വാക്ക് നിനക്ക് എന്നോട് വിളിച്ചു പറയായിരുന്നല്ലോ. മറയൂർ കാട്ടിലല്ല, എവറസ്റ്റിന്റെ നെറുകയിലാണേലും പറന്നെത്തുമായിരുന്നു വാവച്ചൻ. നിന്നെ തൊടാൻ മാത്രം ചങ്കറപ്പുള്ള ഏത് മോനാണ് ഈ മലബാറിനുള്ളത്? എന്നിട്ട് അതും കണ്ടോണ്ട് എന്തിനാണ് ആ വാവച്ചൻ ഈ മീശം വെച്ച് ആണാന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇപ്പൊ ഒരു വാക്ക് പറ, ഞാൻ കാണിച്ചുതരാം ഈ വാവച്ചൻ ആരാണെന്നും വാവച്ചൻ ഇവിടെ എന്നാ ചെയ്യാൻ പറ്റുമെന്നും. വേണ്ട വാച്ച, ഇനി ഒരു ചോരയ്ക്ക് ചോരാന്നും പറഞ്ഞിറങ്ങിയ ഒരു വാളിന്റെ മുനയിലോ ഒരു കടാരപ്പിടിയിലോ അത് അവസാനിക്കത്തില്ല. അവിടുന്ന് തുടങ്ങത്തേ ഉള്ളൂ. എനിക്ക് വയ്യ വാവച്ച, എനിക്ക് വയ്യ. നിനക്ക് എന്നാ പറ്റില്ല? പേടിയാണ്? തോറ്റുപോകുന്നുള്ള പേടി? അല്ല വാവച്ച, ജയിച്ചു കളയുമെന്നുള്ള പേടിയാ. ഒരു വട്ടം ജയിക്കാൻ